റൂട്ട് ഇത് അവരല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പോ ഞാൻ ഇന്ത്യൻ സൈനിക രഹസ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറണമെങ്കിൽ എന്റെ ഡിവൈസ് വെച്ചിട്ട് എന്റെ പാസ്വേഡുകൾ നിർമ്മിച്ചു വെക്കണം. അത് ഞാൻ അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ല. ഇതങ്ങനെ നേരെ മറിച്ച് അങ്ങനെയായിരുന്നു സംഭവിക്കുന്നത്. എന്റെ മൊബൈൽ ഈ വിൽക്കാൻ പാടില്ല. മൊബൈലിലേക്ക് വിൽക്കാൻ പാടില്ല. സിം ഇല്ലാത്ത മൊബൈൽ മോശം പോലെ അത് പ്രശ്നമില്ല. പോലീസ് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാല് ഈ സിം മൊബൈലിലുള്ള ഒരു നമ്പറാണ്, IMEI നമ്പറാണ്. ആ നമ്പർ വെച്ച് ഫേസിൽ വെച്ചിട്ട് അത് സിം ഒഴിയാൻ പോലും അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും സിമ്മിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ വെച്ചുകൊണ്ട് ട്രേസ് ചെയ്തിരിക്കും. പരാതി കൊടുത്തു കഴിഞ്ഞാൽ സിം ആണെന്നൊന്നുമില്ല. അത് ഓരോ നമ്പേഴ്സിന് അതിനകത്ത് ആ മൊബൈലിന്റെ ഒരു രഹസ്യ കോഡുണ്ട്. അതും എന്ത് ചെയ്യാൻ പോകുന്നത് ആ നമ്പർ ഈ ആനക്കാരൻ വിളിച്ചിട്ട് നമ്പർ വെച്ചു. അതായത് ആനക്കാരിൽ വിട്ടുപോയ മൊബൈൽ കമ്പനി മൊബൈൽ ഇവിടെ നിന്ന് വാങ്ങിയ സോഴ്സിൽ തപ്പിപ്പോയി എവിടെ വെച്ചത്. അപ്പോ നമ്മുടെ ടെക്നോളജി ഫാസ്റ്റാണ്. അപ്പൊ അതിന്റെ എസ് നമ്പർ ഉണ്ട്. ആ മൊബൈൽ പോയി തന്നെയുള്ള പോയാൽ എന്റെ കസിന്റെ എറണാകുളം പോക്കറ്റടിച്ചു പോയത്. അവസാനം മരട് പോലീസ് ഫേസിൽ പിടിച്ചു മൊബൈൽ. മനസ്സിലായില്ലേ? അപ്പൊ അത് പിടിച്ചു തരും. അതിന് ഉപയോഗിക്കാതെ വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സാധനം ഉപയോഗിക്കാതെ ഒന്നാക്കി എവിടെയെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ അത് ഫേസ് ചെയ്യിക്കാൻ പറ്റും. മീഡിയാസ് സ്പൈ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അത് മീഡിയാസിനെതിരെ ചീറ്റിങ്ങിന് നമുക്ക് മീഡിയാസ് സ്പൈ വർക്ക് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അതോടെ ക്ലിയർ ചെയ്ത് പലപ്പോഴും ഫോൺ ചോർത്തുകൾ, ഡോക്യുമെന്റ്സ്, വ്യാജ ഡോക്യുമെന്റ്സ് ഒക്കെ കമ്പ്യൂട്ടറിൽ നിന്ന് ശേഖരിക്കുന്ന ഒരിക്കലും മീഡിയാസ് ചോർത്തുന്നില്ല. അതായത് മീഡിയാസ് ഒരിക്കലും ഫോൺ ചോർത്തുന്നില്ല. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരുടെ വാർത്തകൾ കളക്ട് ചെയ്യാൻ എക്സെപ്ഷൻസ് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇവർ ചെറിയ ക്യാമറയൊക്കെ പോക്കറ്റിൽ ഇട്ടിട്ട് പോയി എന്താ ചെയ്തത്, കൈക്കൂലി കൊടുക്കുന്നതൊക്കെ വേഗം അതേപടി തുടങ്ങി. അവരുടെ ഡിവൈസ് ഉപയോഗിച്ചാൽ ചെയ്യുന്നത്. ഒരിക്കലും ഇവരെന്താ വെച്ചാല് ഈ മൊബൈൽ അതുപോലെ ഇത് ചോർത്തുന്നില്ല. അത് ചേർക്കുന്ന വേറെ ടീമാണ്. മനസ്സിലായില്ലേ? അതിന് വേറെ ഒരിക്കലും മാധ്യമങ്ങൾ ആ ഒരു തെറ്റായ ധാരണയാണ്. അത് ചോർത്തുന്നില്ല. പിന്നെ എങ്ങനെ ഇവർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ വിവരാവകാശ നിയമം അനുസരിച്ച് ഇവരാ രേഖ ആവശ്യപ്പെടുകയും അങ്ങനെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ചിലപ്പോ ഒന്ന് രണ്ട് വളരെ രഹസ്യ സ്വഭാവമുള്ള രേഖകളൊക്കെ പുറത്തുവിടും. രഹസ്യം കാരണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആക്ട് പിടിക്കുകയാണ്. അറിയപ്പെടാത്തതൊന്നുമല്ല. അവർ ഓർഗനൈസ്ഡായിട്ടാണ് ചെയ്യുന്നത്. അവർ അംഗീകരിച്ചത്. ഇപ്പൊ ചിലപ്പോൾ ഫോൺ നമ്പറുണ്ട്. ഇപ്പൊ വിവരാവകാശ നിയമം അനുസരിച്ച് ഇനിയാണ് വിളിച്ച് ഓഫീസിൽ തലമുറ അതേ പറ്റുള്ളൂ. അപ്പൊ അയാളോട് പറയും കൊടുക്കുന്നതിന് വിരോധമുണ്ടോ, തടസ്സങ്ങളിൽ കൊണ്ടുപോയി പോകും. അത് പോലെ കൊടുക്കണം കൊടുക്കണം. അല്ലാണ്ട് മാധ്യമങ്ങൾ ഫോൺ ചോദിക്കുന്നില്ല. ഏതെങ്കിലും മാധ്യമം ഫോൺ ചോദിക്കാറുണ്ടാവും ഇല്ല. പക്ഷെ അവരുടെ രഹസ്യ വഴികൾ ഉപയോഗിച്ച് രഹസ്യം ചോദിക്കുന്നുണ്ട്. അതവരുടെ വിലയാണ്. അതായത് ജനമനസ്സിന്റെ വിലയാണ്. കാരണം പലരുമായിട്ട് ഇന്റർവ്യൂ ചെയ്യും, രഹസ്യമായിട്ട് ക്യാമറകൾ വയ്ക്കും. അത് അവരുടെ ഡിവൈസിൽ ഉപയോഗിക്കുന്നത്. അത് മറ്റൊന്നുള്ള ഉപയോഗിക്കുന്നത് അല്ല. അങ്ങനെ ഉപയോഗിച്ച കേസ് പറയും. അങ്ങനെ ഉപയോഗിച്ചൊരു കേസ് പറയാമോ? അങ്ങനെ ഉപയോഗിച്ചില്ല. ഉപയോഗിച്ചാൽ അത് വളരെ ശിക്ഷിക്കപ്പെടും. എങ്ങനെ ആ സ്വകാര്യത എന്ന് പറയുന്നത് ഇപ്പൊ പറയുന്നത് വ്യക്തിയുടെ സ്വകാര്യത എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇവിടെ സ്വകാര്യത എന്ന് ഉദ്ദേശിച്ചത് അവയവങ്ങളുടെ സ്വകാര്യ വിഭാഗങ്ങളെയാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായി? അതാണ് വ്യക്തിയുടെ സ്വകാര്യതയിൽ വളരെ
നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ കാണിക്കരുത്, മറ്റൊരാൾ കാണാൻ പാടില്ല എന്ന് പറയുന്ന ശരീരഭാഗങ്ങളെയാണ്, നഗ്നതയെയാണ് പ്രൈവറ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് ഭാഗങ്ങളൊക്കെ വളരെ ക്ലിയർ അതിന്റെ ഹാപ്പി പറയുന്നുണ്ട്. ഈ പെട്ടുകാർ പറയുന്ന ഞാൻ ആലോചിച്ചു കേട്ടോ. അതാണ് സ്വകാര്യ പറഞ്ഞത്. വായിച്ചത് അതിനകത്ത് പറയുന്നത് പ്രൈസ് ഓഫർ ചെയ്ത മെസ്സേജ് വന്നു. അപ്പൊ ആ മെസ്സേജ് അയച്ചത് നമ്മുടെ നമ്പർ ഇട്ടുണ്ട്. റാൻഡം സെലക്ഷൻ ആണ് നമ്മുടെ ടാർഗറ്റ് സെലക്ഷൻ. അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടല്ല, ഇങ്ങനെ കുറെ കണക്ട് ചെയ്താൽ തട്ടുപോകും. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരു റെസ്പോണ്ട് ചെയ്താൽ രക്ഷപ്പെട്ടു, എല്ലാവരും കിട്ടിയത്. അതായത് നിന്റെ നമ്പർ സെലക്ട് ചെയ്തിട്ടുമ്പോൾ പറയുന്നത് ഇത്ര നമ്പർ എന്ന് പറയുന്നില്ല, അതെല്ലാവർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് ഏതെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്ത് ആ ചീറ്റിംഗ് കിട്ടിയ മനസ്സിലായില്ലേ? എനിക്ക് ചിലപ്പോൾ കിട്ടും, എല്ലാവർക്കും കിട്ടും. അല്ലാണ്ട് സ്പെഷ്യൽ സെലക്ട് ചെയ്തിട്ടല്ല പറയുന്നത്. കാരണം കുറെ നമ്പേഴ്സ് ഓരോരുത്തർ അയച്ചു കൊടുക്കുന്നത്, അതിൽ നിന്ന് ഓരോന്നും കിട്ടിയ നമുക്ക് മെസ്സേജസ് വരുന്നില്ലേ, മെസ്സേജ് വരുന്നില്ല. അതെല്ലാവരും ഓരോരുത്തർ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള മെസ്സേജുകൾ വരുന്ന കമ്പനികൾ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യുന്ന പറഞ്ഞു. അല്ലാണ്ട് വരില്ല. മെസ്സേജസ് പോലെ തന്നെ നാഷണലായിട്ട് വരിക. ഇനി ഒത്തിരി പേര് ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണ്. കാരണം അത്ര ഓടിക്കുന്നത് ചുമ്മാ ചാടിയില്ല. പിന്നെ ഈ പെട്രോളിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മൊബൈൽ കൊപ്പയിൽ ഉള്ളവർ എല്ലാവരും മഴ സ്വന്തമായിട്ട് കൊണ്ടുവരില്ല. അതുകൊണ്ട് അയാൾ പറയാ ഇനി മൊബൈൽ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരു കാരണവശാലും മിസ്ഡ് കോളിൽ പ്രതികരിക്കും. പരിചയമില്ലാത്തതല്ലാത്ത മിസ്ഡ് കോളുകളിൽ ഒരിക്കലും നിങ്ങൾ പ്രതികരിക്കരുത്. പ്രതികരിച്ചാൽ ചെറിയ ശിക്ഷിക്കുന്നില്ല. പരിചയമുള്ള പ്രതികരിച്ചു, ഏറ്റവും കുഴപ്പമില്ല. കാരണം ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് പറയുക. പറയാൻ പറഞ്ഞ് IT ഇല്ല. അതുപോലെ ഈ ചിത്രങ്ങളൊന്നും അയച്ചു നമുക്ക് കൂടാതെ അയച്ചു കൊടുക്കാം കേട്ടോ. ഒരു പറയാൻ കണ്ടു രണ്ട് മുന്നിൽ വെച്ചാൽ മതി, അത് അയച്ചു പോയാൽ പ്രശ്നം. ഒരിക്കൽ എന്റെ മോൻ വളരെ രസകരമായ ഒരു മെസ്സേജ് കൂട്ടുകാരൻ അയച്ചാൽ എനിക്കിപ്പോ വളം എന്നാണ് പറയുന്നത്. ഞാനിപ്പോ കഴിച്ചു കഴിഞ്ഞപ്പോ സംഭവമാണ്. അപ്പൊ ഞാൻ വീട്ടിൽ ചില ആരുടെ മെസ്സേജ് അയച്ചു കൂട്ടുകാരൻ അയച്ചതാണ്. ആർക്ക് എന്താ മെസ്സേജ് പുള്ളി എവിടെ ഒരു മെസ്സേജ് അയച്ചു കൊടുത്തത് എനിക്ക് അവിടെ കിട്ടിയെന്ന് പറയുള്ളൂ. അപ്പൊ പറഞ്ഞു കൂട്ടുകാരൻ അയച്ചത്. അതിനെ പറഞ്ഞു ഏതായാലും നീ അയക്കുവാണെങ്കിൽ തെറ്റാണ്, കറക്റ്റ് നമ്പറിലേക്ക് നീ അയക്കാൻ പറ്റി. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ പറഞ്ഞതിലേക്ക് ഈ പറഞ്ഞത് തെറ്റിയൊക്കെ വരും. അതുപോലെ ചെയ്യരുത്. ചിലപ്പോ അയച്ചു കൊടുക്കുന്നു വരെ അടുത്ത നമ്പറിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോ മണി 1 സാറ് എത്ര സമയം കൊടുക്കാം? തുടങ്ങണം, കണക്കിനടിവ് തുടങ്ങണം. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് സമയം ഇഷ്ടമായിരിക്കുന്ന ഏറ്റവും കൂടുതൽ സാധാരണ പറഞ്ഞ പത്രം പൊട്ടിയിരിക്കണം ഓരോന്നും. കാരണം ഞങ്ങളുടെ കാര്യങ്ങൾ എല്ലാ സമയം വെച്ചാൽ 11 മണിക്ക് ഓടിക്കൊണ്ട് 11 മണിക്ക് ഓടുകയാണ്. അതൊന്നുമില്ല. 1:30 നമുക്ക് പോകണം, 2:30 പോയി പോകണം, 2:30 പോയി. അപ്പൊ ഞങ്ങൾ ഈ സമയം ഇഷ്ടമായിട്ട് പോകുന്നവരായതുകൊണ്ട് കറക്റ്റ് 2 മണിക്ക്
ഭക്ഷണം സാവധാനം കഴിച്ചാൽ മതി. പതുക്കെ വയറ്റിനോട് ചൂടുള്ള സാവധാനം കഴിച്ച് വീണ്ടും നമുക്ക് കാണാം. അതുകൊണ്ടേക്ക് നമുക്ക് ഇരിക്കും.